തീർച്ചയായിട്ടും നിങ്ങൾക്കോടുള്ള സ്നേഹവും ഉദാത്തമായ നന്ദിയും കൂടി ഞാൻ ഓർത്തുകൊണ്ട് പിതാക്കന്മാരെ ഈ വിഷയങ്ങളിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ രോഗനാമത്തിൽ ക്ഷണിക്കുകയാണ്. അതുപോലെ തീർച്ചയായിട്ടും വർഷങ്ങൾ ഒരുക്കി സമർപ്പണത്തിൻ്റെ പൂർണ്ണതയിൽ പ്രവേശിക്കുന്ന ദൈവത്തിന് സ്വീകാര്യമായ 2 നൈവേദ്യങ്ങളായിട്ട് സർപ്പണവസ്തുക്കളായിട്ട് സ്വയം സമർപ്പിക്കപ്പെടുന്ന 2 ഡിക്കന്മാരെയും ഏറെ സ്നേഹത്തെ ഓർക്കുകയും ഇവരെ പ്രാർത്ഥിക്കുകയും ഈ ദിവസത്തിൻ്റെ എല്ലാ മാന്ത്രിക മാർഗങ്ങളും നേരുകയും ചെയ്യുന്നു. ഇവിടെ വന്നിട്ടുള്ള വേദികളെ ഏറെ ബുദ്ധിമുട്ടുണ്ട് എത്തുവാനായിട്ട്. മഴക്കാലത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടെല്ലാം സഹിച്ചു വന്ന് ഞങ്ങളുടെ വൈദികരെയും ഒപ്പം ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെയും സർവ്വതയും ഇവരെ ഒരുക്കിയ മാതാപിതാക്കൾ ഗുരുപുത്രന്മാർ ഇവരെ അനുസ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയംഗമായ സ്വാഗതം നൽകുന്നുണ്ട്. എൻ്റെ വാക്കുകൾ ചെയ്യുന്നു. നിത്യപുരോഹിതനായ ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കുചേർന്ന് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും ദൈവജനത്തെ ശുശ്രൂഷിക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് തിരുപ്പടം സ്വീകരിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന ഈ സഭാതനയർക്ക് പുരോഹിത പട്ടം നൽകി സഭയുടെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കണമെന്ന് അഭിമന്യ പിതാവിനോടുള്ള അർക്കനിയാക്കോന്റെ അഭ്യർത്ഥനയോടെ പട്ടക്രമം ആരംഭിക്കുന്നു. അഭിമന്യ പിതാവേ, വൈദിക പരിശീലനം പൂർത്തിയാക്കി അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനമാരായ ജോസഫ് ആലപ്പാട്ട്, ജോർജ് അത്തിക്കളം എന്നിവർക്ക് പുരോഹിത പട്ടം നൽകി സഭയിലെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ ദാസന്മാരെ സത്യവിശ്വാസം പൂർണ്ണമായും കുറവ് കൂടാതെയും തെറ്റുകൂടാതെയും തന്റെ അവസാന ശ്വാസം വരെ പാലിക്കുവാനും പഠിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും കടപ്പെട്ടവരാണ് വൈദികർ. ഈ സത്യം അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സംസ്ഥാനമായ സഭയുടെ വിശ്വാസം ഏറ്റുപറയുന്നു. അതോടൊപ്പം പരിശുദ്ധ പിതാവിനെയും വൈദിക മേലധ്യക്ഷനെയും അദ്ദേഹത്തിന്റെ പിൻഗാമികളെയും മറ്റ് സഭാധികാരികളെയും പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ശംശാനമാർ ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വിശ്വാസ പ്രഖ്യാപനം ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ കുറവുകൂടാതെയും തെറ്റുകൂടാതെയും പാലിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഇവരോടൊപ്പം കാരുണ്യവാനായ ദൈവത്തോട് നമുക്കും പ്രാർത്ഥിക്കാം. അയോഗ്യനായ ഞാൻ ശംശാന ജോസഫ് ആലപ്പാട്ട് ദൈവത്തിന്റെ കൃപയാൽ മാർ ജോസഫ് പെരുന്തോട്ടം മെത്രാപ്പൊലീത്തയുടെ മുമ്പാകെ കത്തോലിക്ക വിശ്വാസം ഏറ്റുപറയുന്നു. ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. അയോഗ്യനായ ഞാൻ സംസ്ഥാന ജോർജ് അത്തിക്കളം അത്യുന്നതനായ ദൈവത്തിന്റെ കൃപയാൽ മാർ ജോസഫ് പെരുന്തോട്ടം മെത്രാപ്പൊലീത്തയുടെ മുമ്പാകെ കത്തോലിക്ക സത്യവിശ്വാസം ഏറ്റുപറയുന്നു. ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവരും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവരും ഏകകർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്തയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെടുകയും
പ്രബോധനങ്ങളും ഞാൻ ദൃഢമായി സ്വീകരിക്കുന്നു. കൂടാതെ റോമിലെ മാർപ്പാപ്പയോ മെത്രാൻ സംഘമോ ഔദ്യോഗിക പ്രബോധനാധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവ അവർ അവയെ നിയതമായി നിർവചിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവയോടുള്ള വിശ്വാസപൂർവകമായ വിധേയത്വം പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി ഞാൻ ഏറ്റുപറയുന്നു. പത്രോസിന്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർപ്പാപ്പയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തയോടും അദ്ദേഹത്തിന്റെ പിൻഗാമികളോടും വിധേയത്വത്തോടു കൂടി വർദ്ധിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കാൻ നിയോഗിക്കപ്പെടുന്ന രൂപതയിലെ മെത്രാനെ പൂർണ്ണ ഹൃദയത്തോടും വിധേയത്വത്തോടും കൂടി അനുസരിച്ചു കൊള്ളാമെന്നും അദ്ദേഹത്തിന്റെ കൽപ്പനകൾ ഒരിക്കലും ലംഘിക്കുകയില്ലെന്നും ഞാൻ ഏറ്റുപറയുന്നു. അത്യുന്നതനായ ദൈവം എന്നെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതി. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സുവിശേഷം എനിക്ക് സാക്ഷിയായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സുവിശേഷം എനിക്ക് സാക്ഷിയായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. നിന്നിലുള്ള പാപഭാരമെല്ലാം മിശിഹ നീക്കിക്കളയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി കാർമികൻ ശംശാനാമകളുടെ മുടി മുറിക്കുന്നു. പരിശുദ്ധ പൗരോഹിത്യം എന്ന ദൈവിക സ്ഥാനം സ്വീകരിക്കുന്നവർ പാപത്തോടും വ്യർത്ഥമായ ആഡംബരങ്ങളോടുമുള്ള ബന്ധം പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നും എല്ലാ പാപമാലിന്യങ്ങളിൽ നിന്നും വിമുക്തരായിരിക്കണമെന്നും നിർമ്മലമായ ഹൃദയത്തോടും പരിശുദ്ധമായ മനസ്സാക്ഷിയോടുകൂടെ വിശുദ്ധ ജീവിതം നയിക്കണമെന്നും തിരുസഭാമാതാവ് ഈ കർമ്മത്തിലൂടെ ശംശാനമാരെ അനുസ്മരിപ്പിക്കുന്നു. നിന്നിലുള്ള പാപഭാരം മുഴുവൻ മിശിഹ നീക്കിക്കളയട്ടെ. നിന്നിലുള്ള പാപഭാരം മുഴുവൻ മിശിഹ നീക്കിക്കളയട്ടെ. ദൈവികമായ ഒരു കർമ്മമാണ് പട്ടം നൽകൽ ശുശ്രൂഷ. ബലഹീനങ്ങളായ മനുഷ്യകരങ്ങളിലൂടെയാണ് അത് നിർവഹിക്കപ്പെടുന്നത്. പരിശുദ്ധവും പരിപാവനവുമായ ഈ കൂദാശ പരികർമ്മം ചെയ്യുവാൻ തന്നെ ശക്തനാക്കണമേ എന്ന് കാർമികൻ പരമകാരുണികനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മഹോന്നതവും ശ്രേഷ്ഠവുമായ ഈ ആധ്യാത്മിക കർമ്മം നിർവഹിക്കുവാൻ അദ്ദേഹത്തെ ശക്തനാക്കണമേ എന്ന് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തുതി. ദൈവത്തിന് സ്തുതി. ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും.
സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വാതിലിൽ കൂടി പ്രവേശിക്കാതെ വേറെ സ്ഥലത്ത് കൂടി ആട്ടിൻതോട്ടത്തിൽ പ്രവേശിക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. വാതിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. വാതിൽ കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ സ്വരം കേൾക്കുന്നു. അവൻ തന്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും അവയെ പുറത്തു കൊണ്ടുപോവുകയും ചെയ്യുന്നു. തന്റെ ആടുകളെ പുറത്തിറങ്ങിയ ശേഷം അവനേക്ക് മുമ്പേ പോകുന്നു. അവന്റെ സ്വരം തിരിച്ചറിയുന്നതിനാൽ ആടുകൾ അവനെ അനുഗമിക്കുന്നു. ഒരപരിചിതനെ ആടുകൾ അനുഗമിക്കുകയില്ല. അവയാടുന്ന ഓടിപ്പോകുന്നു, കാരണം അതിന്റെ സ്വരം അവയ്ക്ക് പരിചിതമല്ല. ഞാൻ നല്ല ഇടയനാവുന്നു. നല്ല ഇടയനാടുകൾക്ക് വേണ്ടി സജീവം അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സർവനാഥനുമായ കൂലിക്കാരൻ ചെന്നായി വീടുന്നു കാണുമ്പോൾ ആടുകളെ വിട്ട് ഓടിപ്പോകുന്നു. ചെന്നായി ആടുകളെ പിടിക്കുകയും തെറിച്ചു കളയുകയും ചെയ്യുന്നു. അയാൾ കൂലിക്കാരനാണ്. അയാൾ ആടുകളെ പിടിയും ജ്ഞാനമില്ല. അതുകൊണ്ടാണ് അയാൾ ഓടിപ്പോകുന്നത്. ഞാൻ നല്ല ഇടയനാവുന്നു. എന്റെ പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നതുപോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ള എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ സമർപ്പിക്കുന്നു. എന്നാൽ ഈ തൊടുത്തുകൂടാത്ത വേറെ ആളുകൾ എനിക്കുണ്ട്. അവയെ കൂടി ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവയവന്റെ സ്വരം കേൾക്കും. അങ്ങനെ ഒരാട്ടിൻകൂട്ടവും ഒരിടയനും ആകും. ദൈവവചനം വ്യാഖ്യാനിക്കുവാനും പഠിപ്പിക്കുവാനും ഔദ്യോഗികമായ മിശിഹായാൽ തന്നെ നിയോഗിക്കപ്പെട്ട സ്നേഹന്മാരുടെ പിൻഗാമികളാണ് മെത്രാന്മാർ. അവരുടെ പ്രബോധനത്തിൽ താല്പര്യപൂർവ്വം പങ്കുചേർന്ന ആദിമ സഭാംഗങ്ങളെ പോലെ അഭിമന്യ മറിയോസെ പൗരത്തിൽ പിതാവിൽ നിന്നും ശ്ലൈഹിക പ്രബോധനം നമുക്കും ശ്രദ്ധാപൂർവം ശ്രമിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, നമ്മുടേതായ ആത്മാക്കളെ ഗൂഢമായി പ്രകാശിപ്പിക്കുകയും ശുദ്ധീകൃതമായ ശുദ്ധയുടെ പ്രകാശരശ്മികളെ പരസ്യമായി ഉദ്ദീപിക്കുകയും സകലരുടെയും നന്മയ്ക്കായി അനവരതം കവികൾ എത്തുകയും ചെയ്യുന്ന പൗരോഹിത്യത്തിന്റെ ശുദ്ധീകരമായ കൃപയാൽ അങ്ങയുടെ മുമ്പാകെ വിനയപൂർവ്വം പ്രണമിക്കുന്ന അങ്ങയുടെ ദാസന്മാരുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയുണ്ട്. സന്നദ്ധതയുടെ അങ്ങയുടെ നാമം സ്വീകരിക്കുവാനും ഇണങ്ങുന്ന മാണിക്യം പോലെ അങ്ങയുടെ പ്രകാശത്തെ വിസ്മയിക്കുവാൻ വിധം സ്വീകരിക്കുവാനും അധികാരപ്രമേറ്റുവാനും അങ്ങയുടെ ഇവരെ യോഗ്യരാക്കണമേ. പൗരോഹിത്യധർമ്മം സ്വഭാവം നിർവഹിക്കുവാനും ദിവ്യരഹസ്യങ്ങൾ പൂർണ്ണമായി ചെയ്യുവാനും ഇവർക്ക് മറന്നു നൽകണമേ. ആധ്യാത്മികരുടെ എല്ലാവരും വിശുദ്ധാത്മാവുമായ സർവേശ്വരേക്കും. പൗരോഹിത്യം പരിശുദ്ധാത്മാവിന്റെ ദാനമാണ്. മിശിഹായുടെ ശുശ്രൂഷ പൗരോഹിത്യം ഈ ദാസർ എഴുതുവാനായി പരിശുദ്ധാത്മാവെ വേഗം പറഞ്ഞിറങ്ങണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹായുടെ ബലിയർപ്പിക്കുവാൻ, സ്നേഹത്തിന്റെ ബലിയാക്കുവാൻ, ദുഃഖിതരെ പരിരക്ഷിക്കുവാൻ എന്നിങ്ങനെ പുരോഹിതൻ അനുഷ്ഠിക്കേണ്ട വിവിധ കർത്തവ്യങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അവയുടെ വിശുദ്ധമായ നിർവഹണത്തിൽ പരിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ ധാരാളമായി നൽകണമേ എന്ന് ആരാധനാ സമൂഹം പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും തിരുമുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സംസ്ഥാനമാക്കായി ഹൃദയപൂർവ്വം പരിശുദ്ധ റൂഹായോട് പ്രാർത്ഥിക്കണം. Amen.
ഏറ്റവും പ്രധാന ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. ഹംസവടിയും അധികാര ചിഹ്നങ്ങളും അണിഞ്ഞ് മേൽപ്പട്ടക്കാരൻ ബലിപീഠത്തിൽ നിന്നും ശക്തിയും കൃപയും കൈക്കൊണ്ട് പുരോഹിതാർത്ഥികളെ സമീപിക്കുമ്പോൾ പുരോഹിതാർത്ഥികൾ ഇരുമുട്ടുകളും കുത്തി കൈകൾ യാചനാരൂപത്തിൽ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു. രണ്ട് മുട്ടുകളും കുത്തുന്നത് ബലിയർപ്പിക്കുക, പാപവിമോചകമായ മാമോദീസ നൽകുക എന്നീ രണ്ട് പുരോഹിത കർത്തവ്യങ്ങളായ രണ്ട് കക്രാകൾ അഥവാ നാണയങ്ങൾ സ്വീകരിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് പരിശുദ്ധാത്മാവിനെ വിളിക്കുവാൻ, ആശീർവാദം നൽകുവാൻ, ആധ്യാത്മിക സന്താനങ്ങളെ ജനിപ്പിച്ച് കർത്തൃ ശരീരം കൊണ്ട് അവരെ പോറ്റുവാൻ അധികാരവും കൃപാവരവും ലഭിക്കുന്നു എന്ന് കാണിക്കാനാണ്. ഈ ദിവ്യകർമ്മം താൻ വഴി നിർവഹിക്കപ്പെടുവാൻ തന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് കാർമികൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും അദ്ദേഹത്തിനായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കുറവുകളെ സദാ ഗ്രഹിക്കുന്ന പിതാവായ ദൈവത്തിന്റെ സമൃദ്ധിയോടും പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടി എപ്പോഴും നമ്മോടൊത്തുണ്ടായിരിക്കട്ടെ. ഭയഭക്തിജനകവും ഉന്നതവുമായ ഈ ശുശ്രൂഷ ബലഹീനനായ എന്റെ കരങ്ങൾ വഴി നമ്മുടെ രക്ഷയ്ക്കായി അവിടുന്ന് പൂർത്തിയാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പെട്ടെന്നുള്ള ശുശ്രൂഷയിലെ ശ്യാമീയത അഥവാ കൈവെപ്പ് പ്രാർത്ഥനകളിലേക്ക് പ്രവേശിക്കുകയാണ്. തുടർന്ന് വരുന്ന രണ്ട് കൈവെപ്പ് പ്രാർത്ഥനകളോടുകൂടി ശംസാനാമ മിശിഹായുടെ പുരോഹിതനായി അഭിഷിക്തനാവുകയാണ്. ഉന്നതങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവെ ഇറങ്ങി വരണമേ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കാർമികൻ ഇടതുകരം യാചനാരൂപത്തിൽ നീട്ടിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഇയാളുടെ മേൽ വർഷിക്കട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വലതുകരം പൗരോഹിത്യം സേവിക്കുന്നവരുടെ മേൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തനിക്ക് ലഭിച്ചിരിക്കുന്ന ശ്ലൈഹിക അധികാരം ഉപയോഗിച്ച് സഭയിൽ വൈദികരാകുവാൻ താൻ സമർപ്പിക്കുന്ന ഈ വ്യക്തികളെ പരിശുദ്ധാത്മാവിന്റെ ആവാസത്താൽ പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിന് പരിപൂർണനാക്കണമേ എന്ന് കാർമികൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നാം കൈവെപ്പ് ശുശ്രൂഷ നടത്തുന്നു. തുടർന്ന് വൈദികാർത്ഥികളുടെ നെറ്റി മുതൽ പുറകോട്ടും വലത്തു നിന്ന് ഇടത്തോടും ശ്രീവായുടെ ആകൃതിയിൽ ക്രൂസ്മ ചെയ്യുന്നു. ദൈവജനത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ വേർതിരിക്കപ്പെട്ട ഈ സഹോദരന്മാർക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, കൃപാവനായ ഞങ്ങളുടെ രാജാവേ, ഔന്നത്യമായ അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങയുടെ വിശുദ്ധ സഭയിൽ ദൈവിക താരങ്ങളുടെ മധ്യസ്ഥനായി അങ്ങനെ നിയോഗിച്ചിരിക്കുന്നു. ഇത് അങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷകർക്ക് ആധ്യാത്മിക ശുശ്രൂഷയുടെ നാണയങ്ങൾ അങ്ങയുടെ നാമത്തിൽ ജ്ഞാനത്തിന് വേണ്ടിയാണല്ലോ. കർത്താവേ, ഓരോ ശുശ്രൂഷയുടെ കൈവയ്പ് വഴി ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന സൈനിക പാരമ്പര്യമനുസരിച്ച് അങ്ങയുടെ സഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതന്മാരായിരിക്കുന്നതിന് ഈ ദാസന്മാരെ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരം ഇവരുടെ മേൽ ഇറങ്ങിവന്ന് അങ്ങയുടെ രാജ്യത്തിന്റെ കരുണയാലും വിഗ്രഹത്താലും ഇവർക്ക് ഏൽപ്പിക്കപ്പെടുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിനായി ഇവരെ പരിപൂർണരാക്കട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുകയും ദൈവത്തിന്റെ സഭയിൽ പുരോഹിതന്മാരായി പട്ടം നൽകപ്പെടുവാൻ നിയുക്തരായിരിക്കുന്ന ജോസഫ് ആലപ്പാട്ട്, ജോർജ് അത്തിക്കളം എന്നീ ശംശാനമാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും. പട്ടോന്നല്ല ശുശ്രൂഷയിലെ രണ്ടാമത്തെ ശ്യാമീത പ്രാർത്ഥനയാണ് അടുത്തതായി നടക്കുവാൻ പോകുന്നത്. സത്യവചനം പ്രസംഗിക്കുവാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് അവരെ സുഖപ്പെടുത്തുവാനും പാപം മോചിക്കുവാനും അധികാരം നൽകണമേ എന്ന് പരിശുദ്ധാത്മാവരോട് പ്രാർത്ഥിക്കുന്ന
രണ്ടാം ശ്യാമീത പ്രാർത്ഥനയുടെ അവസാനം വൈദികാർത്ഥിയെ റൂസ്മ ചെയ്ത് സമർപ്പിക്കുന്നതോടുകൂടി അപ്പസ്തോലിക പാരമ്പര്യം വഴി മെത്രാന്മാർക്കുള്ള സാഹിക അധികാരം ഉപയോഗിച്ച് കാർമികൻ മിശിഹായാൽ തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനമാർക്ക് പൗരോഹിത്യ പദവി നൽകുന്നു. ദൈവത്തിന്റെ അനന്ത സ്നേഹം അത്ഭുതം പ്രവർത്തിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഭയഭക്തികളോടെ ഈ സഹോദരന്മാർക്ക് വേണ്ടി നമുക്ക് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ആകാശത്തിന്റെയും ഭൂമിയുടെയും അവയിലുള്ള സകലത്തിന്റെയും സൃഷ്ടാവേ, അങ്ങ് തിരുസഭയെ തിരഞ്ഞെടുക്കുകയും വിശുദ്ധരുടെ രഹസ്യത്തിനും ശുശ്രൂഷയുടെ നിർവഹണത്തിനും സഭാഗത്തിന്റെ നിർമ്മിതിക്കുമായി അത് പ്രവാചകന്മാരെയും ശിഖന്മാരെയും പ്രബോധകന്മാരെയും പുരോഹിതന്മാരെയും നിയോഗിക്കുകയും ചെയ്തത് സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, സർവ്വലോകരാജാവേ, അങ്ങയുടെ ഈ ദാസനെ തക്കന്മാർക്കുമേ പരിശുദ്ധാത്മാവിന്റെ ആവാസം വഴി ഈ ദാസനെ വിശുദ്ധമായ തിരഞ്ഞെടുപ്പിലൂടെ വേർതിരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ. സത്യത്തിന്റെ വചനം പ്രസംഗിക്കുന്നതിന് വേണ്ട ഫലം ഈ ആളുകൾ നൽകണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, രോഗികളുടെ മേൽ കൈവച്ച് അവരെ സുഖപ്പെടുത്തുന്നതിനും തിരുസഭയിൽ അങ്ങേക്ക് പ്രാർത്ഥനയും പ്രതിഫലാബലികളും അർപ്പിച്ചുകൊണ്ട് പരമാർത്ഥത്തോടും പ്രമാണസാക്ഷിയോടും കൂടി അങ്ങയുടെ വിശുദ്ധാത്മഹായി ശുശ്രൂഷിക്കുന്നതിനും കർത്താവായ അങ്ങയുടെ പുത്ര സ്വീകാര്യത്തിന്റെ ഭാഗഭാഗത്വത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ ഗൂഢമായ ജനനത്തിനു വേണ്ടി പാപമോചകമായ മാമോദിസാത്തെ അങ്ങയുടെ കാര്യത്തിന്റെ സ്ഥിതിയാണ് ആശീർവദിക്കുന്നതിനും അങ്ങയുടെ ദിനത്തിന് പാപമോചനം നൽകുന്നതിനും സഭയുടെ നാമത്തിന് വിവാഹം ആശീർവദിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധനാമത്തിന്റെ സ്തുതിക്കായി വിശുദ്ധ സഭയുടെ സ്നാനങ്ങളെ പുണ്യപ്രവൃത്തികൾ കൊണ്ട് അലങ്കരിക്കുന്നതിനും അങ്ങയുടെ മുമ്പിൽ വ്യാഴം ചെയ്യുന്ന നിർമ്മല ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി വരാനിരിക്കുന്ന ലോകത്തിൽ പ്രസന്നവതനായിരിക്കുന്നതിനും അങ്ങയുടെ കാതിന്റെ കൃപയും അനുഗ്രഹവും വഴി അങ്ങയുടെ മഹത്വത്തിന്റെ ഭയഭക്തിജനകമായ സിംഹാസനത്തിന് മുമ്പാകെ പ്രത്യാശാവരം നിൽക്കുന്നതിനും വേണ്ടി ഇയാളെ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും നിങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സർവശക്തനായ ദൈവമേ, ആകാശത്തിന്റെയും ഭൂമിയുടെയും അവയിലുള്ള സകലത്തിന്റെയും സൃഷ്ടാവേ, അങ്ങേ തിരുസഭയെ തിരഞ്ഞെടുക്കുകയും വിശുദ്ധരുടെ നിലവിലും ശുശ്രൂഷയുടെ നിർവഹണത്തിലും സഭാഗാത്രത്തിന്റെ നിർമ്മിതിക്കുമായി അതിൽ പ്രവാചകന്മാരെയും സിംഹന്മാരെയും പ്രബോധകന്മാരെയും പുരോഹിതന്മാരെയും നിയോഗിക്കുകയും ചെയ്തുവല്ലോ. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, സർവ്വലോകരാജാവേ, അങ്ങയുടെ ഈ ദാസനെ തക്കന്മാർക്കുമേ പരിശുദ്ധാത്മാവിന്റെ ആവാസം വഴി ഈ ദാസനെ വിശുദ്ധമായ തിരഞ്ഞെടുപ്പിലൂടെ വേർതിരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ. സത്യത്തിന്റെ വചനം പ്രസംഗിക്കുന്നതിന് വേണ്ട ഫലം ഈ ആൾക്ക് നൽകണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, രോഗികളുടെ മേൽ കൈവച്ച് അവരെ സുഖപ്പെടുത്തുന്നതിനും തിരുസഭയിൽ അങ്ങേക്ക് പ്രാർത്ഥനയും പ്രതിഫലാബലികളും അർപ്പിച്ചുകൊണ്ട് പരമാർത്ഥത്തോടും നമ്മുടെ മനസ്സാക്ഷിയോടും കൂടി അങ്ങയുടെ വിശുദ്ധ മുഖമായി ശുശ്രൂഷിക്കുന്നതിനും കർത്താവായ അങ്ങയുടെ പുത്ര സ്വീകാര്യത്തിന്റെ ഭാഗത്വത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ നിഗൂഢമായ ജനനത്തിനു വേണ്ടി പാപമോചകമായ മാമോദിസാത്തെ അങ്ങയുടെ കാരുണ്യത്തിന്റെ ശക്തിയാൽ ആശീർവദിക്കുന്നതിനും അങ്ങയുടെ ജനത്തിന് പാപമോചനം നൽകുന്നതിനും സഭയുടെ നാമത്തിൽ വിവാഹം ആസ്വദിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധനാമത്തിന്റെ സ്ഥിതിക്കായി വിശുദ്ധ സഭയുടെ സ്നാനങ്ങളെ പുണ്യപ്രവൃത്തികൾ കൊണ്ട് അലങ്കരിക്കുന്നതിനും അങ്ങയുടെ മുമ്പിൽ ഇയാൾ ചെയ്യുന്ന നമ്മുടെ ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി വരാനിരിക്കുന്ന ലോകത്തിൽ പ്രസന്നവതനായിരിക്കുന്നതിനും അങ്ങയുടെ രാജന്റെ കൃപയും അനുഗ്രഹവും വഴി അങ്ങയുടെ മഹത്വത്തിന്റെ ഭയഭക്തിജനകമായ സിംഹാസനത്തിന് മുമ്പാകെ പ്രത്യാശാവരം നിർത്തുന്നതിനും വേണ്ടി ഈ ആളെ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും
പ്രിയപ്പെട്ട സഹോദരന്മാർ, തിരുസഭയ്ക്ക് മുഴുവനായി ബലിയർപ്പിക്കുവാനായി മിശിഹായുടെ പൗരോഹിത്യത്തിൽ പങ്കുചേർന്ന് എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അഭിമന്യ പിതാവ് നവവൈദികരെ ഇപ്പോൾ പുരോഹിതന്റെ തിരുവസ്ത്രങ്ങൾ അണിയിക്കുന്നു. ഭൂമിയിൽ നിന്റെ ജീവകാലം മുഴുവൻ നൈർമല്യത്തോടും തീഷ്ണതയോടും വിശുദ്ധിയോടും കൂടി തന്നെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം എന്നേക്കുമായി നിന്നെ ധരിപ്പിക്കട്ടെ. വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവിന്റെ സുവിശേഷം നീ പ്രഘോഷിക്കുക. സുവിശേഷത്തിന്റെ ഈശോ നിന്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവന നിയമവുമായിരിക്കട്ടെ. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി ജോസഫ് ആലപ്പാട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ദൈവവചനം പ്രസംഗിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും അധികാരപ്പെടുത്തുന്നതാണ് പൗരോഹിത്യം. ഇത് സൂചിപ്പിക്കുവാൻ കാർമികൻ നവവൈദികർക്ക് സുവിശേഷ ഗ്രന്ഥം നൽകുന്നു. തുടർന്ന് അദ്ദേഹം നവവൈദികരുടെ നെറ്റിയിൽ റൂസ്മ ചെയ്തുകൊണ്ട് നവവൈദികരുടെ പേര് വിളിച്ച് അവരുടെ പൗരോഹിത്യ സ്വീകരണത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും തനിക്കുള്ള സ്നേഹവും വാത്സല്യവും പ്രകടമാക്കുവാൻ അവരുടെ ശിരസിൽ ചുംബിക്കുകയും ചെയ്യുന്നു. ഭൂമിയിൽ നിന്റെ ജീവകാലം മുഴുവൻ നൈർമല്യത്തോടും തീഷ്ണതയോടും വിശുദ്ധിയോടും കൂടി തന്നെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം എന്നേക്കുമായി നിന്നെ ധരിപ്പിക്കട്ടെ. വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവിന്റെ സുവിശേഷം നീ പ്രഘോഷിക്കുക. സുവിശേഷത്തിന്റെ ഈശോ നിന്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവന നിയമവുമായിരിക്കട്ടെ. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി ജോർജ് അത്തിക്കളം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ അനന്ത സ്നേഹത്താൽ ദൈവജനത്തെ പഠിപ്പിക്കുന്നതിനും നയിക്കുന്നതിനും വിശുദ്ധീകരിക്കുന്നതിനുമായി നമ്മുടെ ഇടയിൽ നിന്ന് ഇതാ ഈ സഹോദരങ്ങൾ പുരോഹിത ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഹൃദയപൂർവ്വം തന്നെ വിളിക്കുന്നവർക്ക് സമീപസ്ഥനായ കർത്താവ് തന്റെ ദാസരുടെ വൈദികരാകാനുള്ള അഭീഷ്ടം സാധിച്ചു കൊടുത്തതിൽ സങ്കേതങ്ങളോട് ചേർന്ന് നമുക്കും ദൈവത്തെ സ്തുതിക്കാം. ഈ മഹാദാനം സ്വീകരിച്ച നവവൈദികരെ ദൈവാനുഗ്രഹം നിരന്തരമായി വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. തുടർന്ന് വരുന്ന കാനോനായുടെ സമയത്ത് കർത്താവിന്റെ ബലിപീഠത്തോടുള്ള തന്റെ സമ്പൂർണമായ സമർപ്പണം സൂചിപ്പിച്ചുകൊണ്ട് നവവൈദികർ അർക്കദ്യാപനാൽ നയിക്കപ്പെട്ട് ആദ്യം ബലിപീഠത്തിന്റെ വലതുവശവും പിന്നീട് ഇടതുവശവും ചുംബിക്കുന്നു. തുടർന്ന് അഭിമന്യ പിതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തി കൈപിടിച്ചു മുത്തി ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ സ്വാമീപ്യം ലഭിക്കും.
നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി നിന്നെ എന്നേക്കും പൂർണ്ണനാക്കട്ടെ. ഇത് തിരുസഭയിൽ രണ്ട് പുരോഹിതർ കൂടി ഇന്ന് അഭിഷിക്തരായിരിക്കുന്നു. ഇവിടെ സന്നിഹിതനായ വൈദികഗണം തങ്ങളുടെ കൂട്ടായ്മയിലേക്ക് പുതുതായി ചേർക്കപ്പെട്ട നവവൈദികർക്ക് സ്നേഹനിർഭരമായ അഭിനന്ദനങ്ങളും പ്രാർത്ഥനാ നിർഭരമായ ആശംസകളും അർപ്പിക്കുന്ന ഹൃദയഹാരിയായ രംഗത്തിന് നാം സാക്ഷ്യം വഹിക്കുകയാണ്. പുരോഹിതഗണവും ദൈവജനവും ഒന്നടങ്കം ആഹ്ലാദിക്കുന്ന ഈ നിമിഷം നമുക്ക് ഈ പുരോഹിതരെ നൽകിയ ദൈവത്തിന് നന്ദി പറയാം. ബഹുമാനപ്പെട്ട വൈദികർ ഈ ദേവാലയത്തിന്റെ മുൻവശത്തുള്ള കവാടത്തിലൂടെ കടന്ന് ബഹുമാനപ്പെട്ട വൈദികർക്ക് അഭിനന്ദനം അർപ്പിച്ച ശേഷം സങ്കീർത്തിയുടെ സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
സർവസമ്പന്നനായ ദൈവം ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ആലപ്പാട് ജോസഫ് അച്ഛനും അത്തിക്കളം ജോർജ് അച്ഛനും നൽകിയിരിക്കുന്നു. മൺകുടത്തിൽ നിക്ഷേപിച്ച ഈ നിധി കാത്തു സൂക്ഷിക്കുവാൻ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിച്ച സ്ത്രീകന്മാരുടെയും പ്രത്യേകമായി നമ്മുടെ പിതാവ് മാർ തോമസ് ശ്രീഹായുടെയും വിശുദ്ധ വിജ്ഞാനികളുമായ പൗരസ്ത്യ പിതാക്കന്മാരുടെയും രക്തസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും സഹായം ഈ നവവൈദ്യർക്ക് ലഭിക്കണമേ എന്നുള്ള സഹായ അഭ്യർത്ഥന പ്രാർത്ഥനകളാണ് തുടർന്ന് നടക്കുന്നത്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഭയഭക്തികളോടെ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കാം.